ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡ് അഡ്വഞ്ചർ KL40. നിങ്ങൾക്കാർക്കെങ്കിലും മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടോ? ഈ പഹയൻ നമ്മുടെ മേത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. 55 കിലോ ഉണ്ടായിരുന്ന എന്നെ വെറും 50 കിലോയ്ക്ക് കുറച്ചൊരു വില്ലനാണ് ഇവൻ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ ചാനലിലേക്ക് വീഡിയോസ് ഒന്നും വരാത്ത കേട്ടോ. എന്തായാലും എനിക്കല്ലേ കഴിക്കാൻ പാടില്ലാത്തുള്ളൂ. എന്നാലും നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഇന്നൊരു അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കാം. എന്ത് കട്ട്ലേറ്റ് ആണെന്നല്ലേ? സോയ കട്ട്ലേറ്റ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സോയാബീൻസ്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവനെ വേണ്ട വിധത്തിൽ പ്രിപ്പയർ ചെയ്യാൻ അറിയില്ലാത്തവരും. അപ്പതേ ഇങ്ങനെയൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയേ, സംഭവം സെറ്റാണ്. അപ്പൊ സംഭവം സിമ്പിളാണ്. ഒരു ബൗളിലേക്ക് വേവിച്ച് വെച്ച സോയാബീൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ദെൻ നമ്മുടെ സവോള, മുളക്, പൊട്ടറ്റോ വേവിച്ച് സ്മാഷ് ചെയ്തത്, പിന്നെ എല്ലാ അൽഗുലത്തെ പൊടികളും, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സാക്കി വെക്കുക. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. 2 മുട്ട എടുക്കുക, ബീറ്റ് ചെയ്യുക, മാറ്റി വയ്ക്കുക. കൂടെ നമ്മൾ ബ്രെഡ് ക്രംസും സെറ്റാക്കി വെക്കണം. പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കട്ട്ലേറ്റ് വേണ്ടത് ആ ഷേപ്പിലേക്കാക്കി ബ്രെഡ് ക്രംസിൽ മുക്കണം. ദെൻ നമ്മുടെ മുട്ടയിലേക്ക് ഇട്ട് മുട്ടയിലും ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒന്നുകൂടെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. കാരണം നല്ല മുരി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ബ്രെഡ് ക്രംസിൽ മുക്കുന്നത്. ഇത് കണ്ട നമ്മുടെ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് നല്ല മുറുകാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കട്ട്ലേറ്റ്സ് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതങ്ങ് ചൂടോടെ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? നോമ്പുകാർക്കൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടൊരു കട്ട്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.